തോപ്പിൽ ഭാസിയുടെ കാലം കഴിഞ്ഞപ്പോൾ APSCയിലേക്ക് പിന്നീട് വന്ന നാടകകൃത്തുക്കൾ, ഇപ്പം ഒളിവിലെ ഓർമ്മകൾക്ക് ശേഷം, ഒളിവിലെ ഓർമ്മകൾ എന്ന നാടകം വന്നതിന് ശേഷം പിന്നീട് KT മുഹമ്മദിൻ്റെ നാടകം APSC ചെയ്യുകയുണ്ടായി, തിക്കൊടിയുടെ നാടകം ചെയ്യുകയുണ്ടായി, നേരത്തെ പറഞ്ഞ പോലെ NN പിള്ളയുടെ നാടകം ചെയ്യുകയുണ്ടായി. അപ്പോൾ ഇവരൊക്കെ മലയാള നാടകവേദിയിലെ ഏറ്റവും പ്രബലരായ ആളുകളാണ്. തോപ്പിൽ ഭാസി ഉള്ളപ്പോൾ സന്ദർഭം തന്നെ കൃഷ്ണപിള്ള സാറിൻ്റെ 2 നാടകം ചെയ്തു, ഭഗ്നഭവനവും ചെയ്തു, മറ്റേ അതിനുശേഷമുള്ള നാടകം 2 നാടകങ്ങൾ ചെയ്യുകയുണ്ടായി. പക്ഷേ ഈ നേരത്തെ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. തോപ്പിൽ ഭാസിയെ പോലൊരാൾ, അല്ലെങ്കിൽ തോപ്പിൽ ഭാസിയോടൊപ്പം കമ്പിശ്ശേരി, തോപ്പിൽ ഭാസി, ONV കുറുപ്പ്, ദേവരാജൻ മാഷ്, ഇവരൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലം, അവരെല്ലാം ഒരുമിച്ച് നിന്നൊരു കാലം. ONV കുറുപ്പ് സാറും ദേവരാജൻ മാഷ് പിന്നീടും ഉണ്ടായിരുന്നല്ലോ. എങ്കിലും ഇവരെല്ലാം ഒരുമിച്ച് നിന്നിരുന്ന ആ ഒരു കാലത്തിൽ നിന്നും മാറി APSC പോകുമ്പോഴുണ്ടാകുന്ന നമുക്കുണ്ടാകുന്ന ഒരു ഇച്ഛാഭംഗം വളരെ പ്രസക്തമാണത്. കാരണം അന്നത്തെ കാലത്ത് ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി മാത്രമല്ല, സാമൂഹിക ജീവിതത്തെ സ്വന്തം കാഴ്ചപ്പാടിലൂടെ നിർവചിക്കാനുള്ള ശ്രമം കൂടിയായിരുന്നു തോപ്പിൽ ഭാസി എന്ന കലാകാരൻ നടത്തിയിരുന്നത്. അദ്ദേഹത്തിന് എല്ലാ നാടകങ്ങളൊന്നും പച്ചയായ രാഷ്ട്രീയമൊന്നും അല്ല പറഞ്ഞിരുന്നത്. പക്ഷേ അദ്ദേഹം സമൂഹത്തെ വളരെ കൃത്യമായി ശ്രദ്ധിക്കുകയും നോക്കുകയും കാണുകയും ഒക്കെ ചെയ്ത ഒരാളാണ്. പിൽക്കാലത്തേക്ക് എത്തിയപ്പോഴത്തേക്ക് നാടകമെന്ന് പറയുന്ന കലാരൂപത്തിനകത്ത് തന്നെ ധാരാളം മാറ്റമുണ്ടായി. അതൊരു പൂർണ്ണമായും ഒരു കൊമേഴ്സ്യൽ പ്രോഡക്റ്റായിട്ട് മാറി. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയതിൽ ആരും പ്രൊഫഷണലായിരുന്നില്ല. MLA മാർ ആലോചിച്ച് നോക്കണം. അസംബ്ലിയിൽ രാവിലെ മുതൽ വൈകുന്നേരം പങ്കെടുത്തിട്ട് രാത്രിയിൽ നാടകത്തിന് ഓടുന്ന MLA മാരുണ്ടായിരുന്നൊരു കാലം നമുക്കിപ്പോഴങ്ങനെ ചിന്തിക്കാൻ പോലും കഴിയത്തില്ലല്ലോ. ഭാസിയേട്ടൻ്റെയൊക്കെ ഒരു കാലത്തിന് ശേഷം അങ്ങനെ നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. അതൊരു പ്രധാന കാര്യം. പിന്നീട് KPSCയുടെ 50ാം വാർഷികം ഇവിടെ ചവറയിൽ നടക്കുമ്പോൾ, അന്നാണ് KPSC ചരിത്രം ഞാൻ എഴുതുന്നത്, പുസ്തകത്തിൻ്റെ പ്രകാശനം നടക്കുന്നു. അന്ന് നാടകം, നിങ്ങളെന്നെയൊക്കെ മുൻസാക്കി നാടകം അവതരിപ്പിക്കണം എന്ന് നമ്മൾ തീരുമാനിക്കുമ്പോൾ അന്ന് ആലോചിച്ചപ്പോൾ ആദ്യം അതിൻ്റെ ആലോചന യോഗത്തിൽ പങ്കെടുത്ത മാധവൻ ചേട്ടൻ പറഞ്ഞു, ഞാൻ അഭിനയിക്കും എന്ന് പറയും. മാധവൻ ചേട്ടന് 80 വയസ്സോളം പ്രായമായിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നു, ഞാൻ അതിൽ വീണ്ടും വേഷമിടാൻ പോകുന്നു എന്ന് പറയും. അത് പുതിയ കാലത്തൊരു നടൻ പറയാൻ സാധ്യതയില്ലാത്തൊരു കാര്യമാണ്. ഈ അതീത വാർദ്ധക്യത്തിലിരിക്കുമ്പോഴും KPSCയുടെ 50ാം വാർഷികത്തിന് നിങ്ങളെ കമ്മ്യൂണിസ്റ്റാക്കിൽ ആരെങ്കിലും വരുമ്പോൾ ഞാനതിൽ വേഷമിടുന്നു എന്ന് പറയാൻ തയ്യാറാകുന്ന ഒരു കലാകാരൻ്റെയും കമ്മ്യൂണിസ്റ്റുകാരൻ്റെയും ഔന്നത്യം നമുക്ക് കണ്ടുതന്നടിക്കാൻ പറ്റില്ല. 2000-ൽ ചവറയിൽ അദ്ദേഹം അഭിനയിച്ചു. പരമപിള്ളയുടെ വേഷം അദ്ദേഹമാണ് ചെയ്തത്, മാധവനാണ് അന്ന്. അപ്പോൾ ആ ഒരു തലമുറയുടെ ഒരു അവരുടെ കലാപരമായ ഒരു പ്രതിബദ്ധത നമുക്ക് പിൽക്കാലത്ത് കാണാൻ കഴിയുന്നില്ല. പിന്നീട് വന്നൊരു കാലം 2000-ന് ശേഷമുള്ളൊരു കാലത്തേക്ക് നമ്മൾ പോകുമ്പോൾ കേരളത്തിലെ നാടകവേദി തന്നെ കൊമേഴ്സ്യൽ, പ്രൊഫഷണൽ, പിന്നെ ആർട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞ് പലതരത്തിലേക്ക്, അതിനെ അമേച്ചർ എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലേക്ക് നാടകരംഗം തന്നെ മാറിപ്പോയിരിക്കുന്നു. നാടകം അവതരിപ്പിക്കുന്ന ഇടങ്ങൾ തന്നെ മാറിപ്പോയിരിക്കുന്നു. മറ്റേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനങ്ങളിൽ നാടകം അനിവാര്യമായിരുന്നു. പിൽക്കാലത്ത് അത് വേണമെങ്കിൽ പറ്റുമെങ്കിൽ ചെയ്യും എന്നൊക്കെ ഉള്ളതല്ലാതെ അങ്ങനെ ഒരു ശ്രദ്ധ അക്കാര്യത്തിൽ ഉണ്ടാകുന്നില്ല. പിന്നെ അതിനകത്തൊരു പൊളിറ്റിക്കൽ വിഷൻ്റെ ഒരു പ്രശ്നമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഈ കലയും സാഹിത്യവും ഒക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ് എന്ന് ധരിച്ചിരുന്ന നേതൃത്വത്തിൻ്റെ ഒരു കാലത്തിൽ നിന്ന് മാറി വന്നപ്പോഴത്തേക്ക് മറ്റ് പല ഘടകങ്ങൾ കൂടി പ്രാധാന്യം വന്നപ്പോഴത്തേക്ക് ഇത് കുറച്ചൊന്ന് സൈഡിലേക്ക് പോയതാകാനും സാധ്യതയുണ്ട്. എങ്കിലും എനിക്ക് തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, KPSCക്ക് മങ്ങൽ വന്നു എന്ന് പറയുമ്പോൾ തന്നെ KPSCയെ പോലെ മറ്റൊന്ന് വേറൊന്നും ഉണ്ടായില്ല എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. APSC അതൊരു വലിയ അത്ഭുതകരമായൊരു പ്രസ്ഥാനമായി നിൽക്കുമ്പോൾ തന്നെ മറ്റൊന്ന് വേറെ ഉണ്ടാകുന്നതുമില്ല, ഉണ്ടായിട്ടുമില്ല എന്ന കാര്യമാണ്. പിന്നെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ നല്ല നാടകങ്ങളില്ല എന്നതാണ്. ഞാൻ KPSCയുടെ ഡയറക്ട് ബോർഡ് മെമ്പർ കൂടിയായതുകൊണ്ട് എനിക്കതിൻ്റെ ഒരു വിഷമം അറിയാം. നല്ല നാടകങ്ങളില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം നാടകങ്ങൾ പുതുതായി ഉണ്ടാകുന്ന പല നാടകങ്ങളും പത്രത്തിൽ വരുന്ന ഏതെങ്കിലും ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിലോ ഏതെങ്കിലും ഒരു ചെറിയ സംഭവത്തിനെയോ അവർ വലുതാക്കി നാടകമാക്കി മാറ്റുകയാണ്. ഉള്ളിൽ തട്ടുന്ന ജീവിതത്തെ ആവിഷ്കരിക്കുന്ന നാടകങ്ങൾ ഉണ്ടാകുന്നത് വളരെ കുറവാണ് എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതും KPSCയുടെ ഈ നമ്മുടെ ഈ ആഗ്രഹത്തിനൊത്തവണ്ണം വളരാൻ പറ്റാതെ പോകുന്നതിന് ഒരു കാരണമായി തീർന്നിട്ടുണ്ട്. എങ്കിലും അതിന് ശേഷമുള്ള ചില നാടകങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്ന ചില നാടകങ്ങൾ വന്നു. ഇപ്പം നീലക്കുയിൽ KPSC ചെയ്തിരുന്നു. പ്രഖ്യാതമായ കൃതിയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നീലക്കുയിൽ ചെയ്യുന്നു. വൈക്കം മുഹമ്മദ് ഇരുപപ്പോൾ ആനയുണ്ടായിരുന്നു എന്ന കൃതിയെ നമ്മൾ നാടക രൂപത്തിൽ അവതരിപ്പിച്ചിരുന്നു. അപ്പോൾ ആ തരത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട ചില കൃതികൾ എടുത്ത് നാടകമാക്കുമ്പോൾ അത് വലിയ വിജയമായി മാറുന്നുണ്ട്. പഴയ ഒരു കാലഘട്ടത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയുന്ന തരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, ഈ ഗാനങ്ങളൊരു പ്രധാന പ്രശ്നമാണ്. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കിയ നാടകം വരുമ്പോഴാണ് മലയാളത്തിൽ ആദ്യത്തെ മികച്ച ജനങ്ങളെല്ലാം ഏറ്റുവാങ്ങിയ ലളിതഗാനം
പൊന്നരിവാൾ അമ്പിളിയിൽ കണ്ണെറിയുന്നോളെ എന്ന പാട്ട് എത്ര തലമുറയാണ് അത് പാടിയത്, ഇപ്പോഴും അത് പാടിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ ഉണ്ടാകുന്ന നാടകങ്ങളിലെ ഒരു ഗാനവും ആരും ശ്രദ്ധിക്കുന്നില്ല. ഓനിക്രിസ്താൻ തന്നെ എത്ര പാട്ടുകൾ ഇതിന് ശേഷം ഉണ്ടായി, പല ഉണ്ടായി. പക്ഷെ അതൊന്നും പഴയതുപോലെ നാടക ഗാനങ്ങളൊന്നും അങ്ങനെ ശ്രദ്ധിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നത് ആളുകളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾ മാറിയതുകൊണ്ടല്ല, ഒരുപാട് ഡിവൈസസ് വേറെ വന്നു, നമുക്ക് വേഗതയുണ്ടായി, ഒരുപാട് വേറെ സാധ്യതകൾ നിരവധിയായി ഉണ്ടായി. അപ്പോൾ ഈ നാടകഗാനങ്ങളെ മാത്രം ആശ്രയിച്ച് നിൽക്കേണ്ട കാര്യം ഉണ്ടാകുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊക്കെ പല ഘടകങ്ങൾ ഇതിനകത്ത് വന്നു ചേർന്നിരിക്കുന്നു. പിന്നെ ഇപ്പോഴത്തെ ഒരു പ്രധാന കാര്യം, ഈ ആളുകൾ ഇങ്ങോട്ടടുത്ത് പോയി രാത്രിയിൽ ഉറക്കമൊളിച്ചൊക്കെ ഇരുന്ന് ഇങ്ങനെ നാടകം കാണാനൊന്നും അങ്ങനെ പുറത്തു പോകുന്നതിനൊന്നും ഒരു താല്പര്യം ആളുകൾക്കില്ല. ഏറ്റവും സെൽഫ് സെൻറ്റേഡ് ആയിട്ടുള്ളൊരു ജീവിതം വന്നപ്പോഴത്തേക്ക് വീട്ടിനുള്ളിൽ വളരെ ലക്ഷറീസ് ആയിട്ടിരുന്ന് തിയേറ്ററിൽ, ഹോം തിയേറ്ററൊക്കെ കേരളത്തിലെമ്പാടുമുണ്ട് എന്നത് കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്, ഈ വലിയ സിനിമ തിയേറ്ററൊക്കെ ഉള്ളതും പോലും. അപ്പോൾ അത്തരത്തിലേക്ക് ആളുകൾ മാറി, സൗന്ദര്യ സങ്കല്പങ്ങൾ മാറി. അതിൻ്റെ ഭാഗമായി KPSCക്കും ഒരു ഇതുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു KPSCയുടെ വലിയൊരു ഉത്തരവാദിത്വമുണ്ട്. കാരണം മലയാള നാടകവേദിയുടെ വികാസ പരിണാമത്തിൽ ആധുനിക നാടകവേദിയെ മുന്നോട്ട് നയിച്ചതിൽ KPSCക്ക് വലിയ പങ്കുണ്ട്. ജനകീയ നാടകവേദിയെ മുന്നോട്ട് നയിച്ചതിലും KPSCയാണ് നായക സ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ നിൽക്കുമ്പോൾ തന്നെ അത് രേഖപ്പെടുത്തി വെക്കുക എന്നുള്ളതാണ് ഇനി KPSC ചെയ്യേണ്ടത്. ഈ നിങ്ങളെയൊക്കെ മനസ്സിലാക്കി ഇവരുടെ നാടകം വേണ്ടി ചെയ്യുക എന്നുള്ളതല്ല, ഈ ചരിത്രത്തെ രേഖപ്പെടുത്താൻ പറ്റുന്നത് KPSCക്ക് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ മലയാളത്തിൽ ഒരു നാടക ചരിത്രം ഒരു പ്രസ്ഥാനത്തെ ആശ്രയിച്ച് ചെയ്യുകയാണെങ്കിൽ 50 വർഷം പറയാൻ പറ്റുന്നത് KPSCക്ക് മാത്രമേ ഉള്ളൂ, വേറൊരു നാടകം പറയാനില്ല. അതുകൊണ്ടാണ് KPSC ചരിത്രം രൂപപ്പെട്ടത്. അതുകൊണ്ടാണ് അതിനുശേഷമുള്ള കാലത്തെ കൂടി കണ്ടുകൊണ്ട് പുതിയ കാലഘട്ടത്തിലെ പുതിയ തലമുറയ്ക്കും വരുന്ന തലമുറയ്ക്കും KPSCയുടെ സംഭാവന മാത്രമല്ല, മലയാള നാടകവേദിയുടെ വികാസ പരിണാമങ്ങൾ വ്യക്തമാക്കുന്ന തരത്തിലുള്ള ഒരു വലിയ മ്യൂസിയം നമ്മളിവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും KPSCയുടെ 75ാം വാർഷികം പ്രമാണിച്ച് സമൂഹത്തിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ചരിത്രം കൃത്യമായി രേഖപ്പെടുത്തുകയും ഇത് ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന തരത്തിലേക്ക് ഒന്ന് ചെയ്യുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും പുതിയ കാലഘട്ടത്തിലെ ചെറുപ്പക്കാർക്ക് അവരുടെ പ്രശ്നങ്ങളെ കൂടി ഈ ചെറിയ തിയേറ്ററിൻ്റെ ഈ ഒരു സാധ്യതയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ ആളുകളുമായിട്ട് അത് പകർന്നു നൽകാൻ കഴിയും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഞങ്ങൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം, കുട്ടികളുടെ നാടകവേദിക്ക് വേണ്ടി വലിയ സംഭാവന KPSC നൽകിയിട്ടുണ്ട്. എല്ലാ വർഷവും കുട്ടികൾക്ക് വേണ്ടി ഒരു നാടക ക്യാമ്പ് നടത്താറുണ്ട്. രാമാനുജൻ സാറാണ്, അദ്ദേഹം മരിക്കുന്നവരെ അദ്ദേഹമായിരുന്നു ക്യാമ്പ് ഡയറക്ടർ. ഒരു തലമുറയെ നാടകത്തിലേക്ക് കൊണ്ടുവരാൻ, നാടകം എന്ന കലാരൂപത്തെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിനുള്ള ശ്രമം KPSC നടത്തുന്നുണ്ട്. ഇനി KPSCക്ക് ചെയ്യേണ്ടത്, ഈ ഭാരതത്തിലെ ദേശീയ നാടകോത്സവത്തിലൊക്കെ ഞാൻ അത് കാണാൻ പോകുന്ന ഒരാളാണ്. പക്ഷെ അവിടെയൊന്നും നമ്മളില്ല. കേരളത്തിൽ നിന്നുള്ള അപൂർവമായിട്ട് 1-2 നാടകങ്ങളാണുള്ളത്. അത് തന്നെ ഒരു പെട്ടെന്ന് ഇങ്ങനെ വരികയും അമേച്ചർ നാടക സംഘങ്ങളാണ്, അതങ്ങ് ഇല്ലാതാകുകയും ചെയ്യും. അത്തരം പ്രസ്ഥാനങ്ങളെ സഹായിക്കുകയും അത്തരം പ്രസ്ഥാനങ്ങളെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യാൻ KPSC ഇനിയും തയ്യാറാകണമെന്നാണ് എനിക്ക് തോന്നുന്നത്. KPSCക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. നാടകമെന്ന കലാരൂപത്തെ വീണ്ടും തിരിച്ചു കൊണ്ടുവരികയും പുതിയ കാലത്തെ പുതിയ ഡിവൈസസൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ തിയേറ്ററിനെ എങ്ങനെയാണ് വിപുലപ്പെടുത്തേണ്ടത് എന്നതിൻ്റെ ഗവേഷണവും പഠനവും ഒക്കെ നടത്തേണ്ട ഒരു ഘട്ടത്തിലാണ് KPSC നിൽക്കുന്നത്. അതൊക്കെ ചെയ്യാൻ ഇപ്പം KPSCക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങനെയാണ് KPSC ഇനി മുന്നോട്ട് പോകേണ്ടത് എന്നാണ് ഞാൻ കരുതുന്നത്.